തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സകല അനിശ്ചിതത്വങ്ങളും വെളിവാക്കി AIDMKയിൽ വൻ പൊട്ടിത്തെറി. ശശികലയ്ക്കെതിരെ തുറന്നടിച്ച് പനീർശെൽവം രംഗത്ത് വന്നതോടെ അണ്ണാ DMKയുടെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് O പനീർശെൽവത്തെ നീക്കി. പോയസ് ഗാർഡനിൽ അണ്ണാ DMK ജനറൽ സെക്രട്ടറി ശശികലയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രി 12-ന് ചേർന്ന മുതിർന്ന പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. പകരം വനം മന്ത്രി ഡിണ്ടുഗൽ C ശ്രീനിവാസനെ ട്രഷററായി നിയമിച്ചു. തമിഴ്നാട്ടിലെ കാവൽ മുഖ്യമന്ത്രി O പനീർശെൽവത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നും പാർട്ടി ഒറ്റക്കെട്ടാണെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും ശശികല അറിയിച്ചു. ജയലളിത അസുഖബാധിതയായി കിടന്ന 75 ദിവസവും താൻ ആശുപത്രിയിൽ ചെന്നെങ്കിലും തന്നെ അവരെ കാണാൻ അനുവദിച്ചിരുന്നില്ലെന്ന് O പനീർശെൽവം. ഗവർണർക്ക് മാത്രമാണ് അവരെ ആശുപത്രിയിൽ കാണാൻ സാധിച്ചത്. പിന്നണി കഥകളുടെ വെറും 10% മാത്രമാണ് താൻ വെളിപ്പെടുത്തിയതെന്നും DMKയുമായി തനിക്കൊരു ബന്ധമില്ലെന്നും പനീർശെൽവം പറഞ്ഞു. ജയലളിത സമാധിയിൽ വെച്ച് ശശികലയ്ക്കെതിരെ തുറന്നടിച്ച ശേഷം വീട്ടിൽ വെച്ച് വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പനീർശെൽവം. ലോ അക്കാദമി സമരം 29 ദിവസം പിന്നിട്ടതോടെ സമരം തെരുവിലേക്ക് നീങ്ങി. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ലോ അക്കാദമിയിലും പരിസരത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടെ വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തു. അതേസമയം വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് K മുരളീധരൻ MLAയും VV രാജേഷും നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ്. വിദ്യാസമ്പന്നയായ യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്തു പലതവണ പീഡിപ്പിച്ചെന്ന കേസ് അവിശ്വസനീയമെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി പ്രതിയെ വിട്ടയച്ചു. ഒരു സാധാരണക്കാരിയെയോ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയെയോ പോലും വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ 1-2 തവണയിലേറെ കബളിപ്പിക്കാനാവില്ലെന്നിരിക്കെ എഞ്ചിനീയറിംഗ് ബിരുദധാരി പലതവണ ബന്ധത്തിന് വഴങ്ങിയത് സമ്മതത്തോടെയാണെന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതിയായ കൊച്ചി സ്വദേശി രതീഷ് നൽകിയ അപ്പീൽ അനുവദിച്ചാണ് കോടതി ഉത്തരവ്. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. മുൻ DGP TP സെൻകുമാറിനെതിരെ തെറ്റായ റിപ്പോർട്ട് നൽകിയതടക്കമുള്ള ആരോപണങ്ങളാണ് നളിനി നെറ്റോയ്ക്കെതിരെ ഹർജിക്കാരൻ ഉന്നയിച്ചത്. എന്നാൽ ഹൈക്കോടതി പരിഗണിച്ച വിഷയം ആയതിനാൽ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു വിജിലൻസിന്റെ നിലപാട്. ഡമാസ്കസിന് സമീപത്തെ സിറിയൻ ജയിലിൽ 5 വർഷത്തിനിടെ 13,000 തടവുകാരെ തൂക്കിക്കൊന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ. സിറിയൻ സർക്കാരിന്റെ ഉന്മൂലന നയത്തിന്റെ ഭാഗമായാണ് തടവുകാർക്ക് വധശിക്ഷ നൽകിയത്. ജഡ്ജിമാരും തടവുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 84 സാക്ഷികളുമായി ആംനസ്റ്റി നടത്തിയ അഭിമുഖത്തിന് ശേഷമാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ICC വനിതാ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ശ്രീലങ്കയെ 114 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തകർത്തുവിട്ടത്. 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ കുറിച്ച 259 സ്കോറിനെ പിന്തുടർന്ന ലങ്കയ്ക്ക് 50 ഓവറിൽ 8 വിക്കറ്റിന് 145 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.